സ്ട്രോക്കായിട്ടും നട്ടെല്ലിന് പരിക്ക് പറ്റിയിട്ട് തളർന്നു പോയതായ പേഷ്യൻറ്റിനെ സാധാരണ ഒരു ഫിസിയോതെറാപ്പി ചെയ്താൽ പോരെ, പിന്നെ എന്തിനാണ് അവർക്ക് റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് എന്തിനാണ് അവർ അഡ്മിറ്റ് ആക്കുന്നത്? സാധാരണ മിക്ക ആളുകളും ചോദിക്കുന്ന ഒരു സംശയമാണിത്. തീർച്ചയായിട്ടും ഫിസിയോതെറാപ്പി ന്യൂറോ റീഹാബിലിറ്റേഷനിൽ, അതായത് സ്ട്രോക്ക്, ഹെഡ് ഇഞ്ചുറി, സ്പൈനൽ കോഡ് ഇഞ്ചുറി തുടങ്ങിയ പേശികൾക്ക് ബലക്കുറവും തളർച്ചയും വരുന്ന അവസ്ഥകളിലുള്ള എല്ലാ പേഷ്യൻസിനും വളരെ അത്യാവശ്യമായി പ്രധാനപ്പെട്ട ഒരു ചികിത്സ തന്നെയാണ് ഫിസിയോതെറാപ്പി. ഇത്തരം അവസ്ഥയിലുള്ള വ്യക്തികൾക്ക് ഫിസിയോതെറാപ്പി വഴി പേശികളുടെ ബലം തിരിച്ചു കിട്ടിയ, ചലനശേഷി തിരിച്ച് ലഭിച്ചാലും അവർക്ക് പൂർണ്ണമായും സാധാരണ ജീവിതത്തിലേക്ക് തിരികെ പോകാൻ സാധിക്കണമെന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ആഘാതം സംഭവിക്കുന്ന നിമിഷം വരെ വളരെ ഊർജ്ജസ്വലമായ സാധാരണ ജീവിതം നയിച്ചവരായിരുന്നു അവർ. ഇനിയും ഒരുപാട് ജീവിതം ബാക്കിയുള്ളവരുമാണ്. അപ്പോൾ ഇനിയുള്ള കാലം മുഴുവൻ 4 ചുവരുകൾക്കുള്ളിൽ എല്ലാറ്റിനും മറ്റുള്ളവരെ ആശ്രയിക്കുന്ന, ഈവൻ ഭക്ഷണം കഴിക്കാൻ, ടോയ്ലറ്റിൽ പോകാൻ എല്ലാത്തിനും മറ്റുള്ളവരെ ആശ്രയിക്കുന്ന അവസ്ഥയിൽ നിന്നും അവരെ ദൈനംദിന കാര്യങ്ങൾ സ്വയം ചെയ്യാനും പരമാവധി സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരേണ്ടതുണ്ടല്ലോ. അതാണ് ഒരു റീഹാബിലിറ്റേഷൻ ടീം ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ റീഹാബിലിറ്റേഷൻ ടീം എങ്ങനെയത് ചെയ്യുന്നത്? റീഹാബിലിറ്റേഷൻ ടീം ഒരു റീഹാബിലിറ്റേഷൻ ഫിസിഷ്യൻ്റെ നേതൃത്വത്തിലാണ് ഫങ്ഷൻ ചെയ്യുന്നത്. ഈ പേഷ്യൻസിൻ്റെ മെഡിക്കൽ സൈഡ് മാനേജ് ചെയ്യുന്നതും, ആദ്യഘട്ടങ്ങളിൽ ഈ പേഷ്യൻസിനെല്ലാം ഭക്ഷണം കഴിക്കാൻ മൂക്കിലൂടെയുള്ള ട്യൂബ് അഥവാ റൈൽസ് ട്യൂബ് ഉണ്ടാകും, യൂറിൻ കത്തീഡർ ഉണ്ടാകും. ഇത്തരം ട്യൂബുകൾ റിമൂവ് ചെയ്ത് തുടങ്ങേണ്ടതുണ്ട്. ട്യൂബ് ഒഴിവാക്കി വായിലൂടെ ഭക്ഷണം കഴിപ്പിക്കാനും, സംസാരശേഷിയില്ല കുറഞ്ഞ പേഷ്യൻസിനെ സംസാരശേഷി വീണ്ടെടുക്കാനും ഒരു സ്പീച്ച് ആൻഡ് സാലോ തെറാപ്പിസ്റ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് അത് പരിശീലിപ്പിക്കുന്നത്. പേശികളുടെ ബലക്കുറവ്, ചലനശേഷി വീണ്ടെടുക്കാനുള്ള കാര്യങ്ങൾ, നടക്കാനുള്ള കാര്യങ്ങളെല്ലാം ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ട്രെയിൻ ചെയ്യും. അതുപോലെ ദൈനംദിന കാര്യങ്ങൾ മുതൽ തൊഴിൽപരമായ സ്കിൽ ഡെവലപ്മെൻറ്റ് വരെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റിൻ്റെ സേവനത്തിലൂടെയാണ് ട്രെയിൻ ചെയ്തെടുക്കുന്നത്. അതുപോലെ ഇതിൽ ഇത്തരം പെട്ടെന്നുള്ള ആഘാതം, തളർച്ചയൊക്കെ വന്ന പേഷ്യൻസിനും അവരുടെ കുടുംബാംഗങ്ങൾക്കുമെല്ലാം ഈ മാനസികമായിട്ട് ഡിപ്രഷൻ പോലെയുള്ള സംഭവങ്ങളും നന്നായിട്ടുണ്ടാവും. അത് മാനേജ് ചെയ്യുന്നത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. അവരുടെ സേവനം കൊണ്ട്, അവരുടെ ട്രെയിനിങ്ങും കൊണ്ടാണ് ഈ മാനസിക ഡിപ്രഷൻ പോലെയുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത്. ഈ രീതിയിൽ വിവിധ പ്രൊഫഷണൽസിനെ കൃത്യമായ സമയങ്ങളിൽ നിർദ്ദേശങ്ങൾ കൊടുത്ത് ഈ ടീമിനെ, റീഹാബിലിറ്റേഷൻ ടീമിനെ കംപ്ലീറ്റ് ലീഡ് ചെയ്യുന്നത് ഫിസിയാട്രിസ്റ്റ് അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ ഫിസിഷ്യനാണ്. ഇങ്ങനെ ഓരോ പേഷ്യൻസിനും ആവശ്യമായിട്ടുള്ള പേഷ്യൻ്റ് സെൻറ്റേർഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് സമഗ്രമായ ഒരു ചികിത്സ പുനരധിവാസ പ്രക്രിയയാണ് റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്.